ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും പൂതനകളാണെന്നേ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ ഓരോന്നിനെ കെട്ടിനേക്കാളും ഭേദം ജീവിതകാലം മൊത്തം സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് നല്ലത്. കാണുമ്പോൾ മനസ്സിലാവും അത്ര പൂതനകളാണ് ഇതിലുള്ളത്. ഒരു ഹൊറർ ത്രില്ലർ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അന്തർ മായ എന്നാണ് സീരീസിന്റെ പേര്. C5 സ്ട്രീം ചെയ്യുന്നത്. ഇതിന്റെ പേര് കേട്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അർജുൻ ദാസിന്റെ ഹൊറപ്പടമായ അന്ധകാരവും അതേപോലെ നയൻതാരയുടെ മായ പറഞ്ഞിട്ടുള്ള ഹൊറപ്പടം. ബേസിക്കലി എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള 2 പടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ടു നോക്കാം. ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് കങ്കൺ റീജിയൻ ആണ് കാണിക്കുന്നത്. അവിടെ വലിയൊരു വീട് കാണിക്കുന്നുണ്ട്. സോ കഥ ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. സോ അവിടേക്ക് ഒരു ഫാമിലി വന്ന് കയറുകയാണ്. സോ ഫാമിലി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വീട് വിറ്റിട്ട് ആ കിട്ടുന്ന പൈസയും കൊണ്ട് സുഖമായി പോയി ജീവിക്കാനാണ്. സോ അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മലയാളത്തിൽ നിന്ന് യൂട്യൂബിൽ ഒരു ഹൊറർ പടം ഈ ഇടയ്ക്ക് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് അൽ നാസറിന് സാമ്യമുള്ള എന്തൊരു പേരാണ്, എബനസർ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവര് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഒരു കർമ്മവും കാര്യങ്ങളും ചെയ്യാനാണ്. അതിനൊപ്പം തന്നെ വീട് വിൽക്കുകയും അവർക്ക് വേണം. പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. ഇതിൽ ഓരോരുത്തർ ഈച്ച് ആൻഡ് എവറി വൺ നമുക്ക് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നും. പക്ഷെ ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡിൽ ഇവര് രാകേഷ്, കേശവൻ എന്നൊക്കെ പറയുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 3 പേരെയും കാണാൻ ഏകദേശം ഒരേപോലെയാണ്. പിന്നെ ആദ്യത്തെ ഒരു 3 എപ്പിസോഡിലൊക്കെ ഈ ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ആർക്കും ഒരു അറ്റാച്ച്മെന്റും ബോണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യം പറഞ്ഞു പോകണം. 4ാമത്തെ എപ്പിസോഡ് തൊട്ട് കിടിലനായിരുന്നു. അതായത് ഒരു സൈക്കിക് ജോണറിലോട്ട് അത് മാറുകയാണ്. ഞാനൊക്കെ കിളി പോയ പോലെയായിരുന്നു ഇതിന്റെ ക്ലൈമാക്സിൽ ഇരുന്ന്. സോ ഞങ്ങൾ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അല്ല, പക്ഷെ ഇത് മനസ്സിലാക്കാൻ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ 4ാമത്തെ എപ്പിസോഡിന്റെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് ഈ സീരീസ് പോയത്. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. കാരണം ഇതിന്റെ കൺസെപ്റ്റ് കിടിലനാണ്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സീരിയൽ പോലെയാണെന്നേ ഉള്ളൂ. ഇത് നല്ല പണിയറിയാവുന്ന ആളുടെ കൈ കിട്ടി വെച്ച പെട്ട സാധനമായേനെ സ്റ്റിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഇതിൽ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ ഇതൊരു മറാത്തി സീരീസ് ആണ്. അതിന്റെ മറാത്തി വേർഷനും ഹിന്ദി വേർഷനും ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇപ്പൊ ലാംഗ്വേജ് ഒക്കെ ബാരിയർ ആയിട്ട് നോക്കുന്നവരൊക്കെ വളരെ കമ്മിയാണ്. സബ് ടൈറ്റിൽസ് വെച്ച് സിനിമ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ല വെച്ചാൽ കാണാൻ തുടങ്ങുക എന്നേ പറയാനുള്ളൂ. ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. നമുക്ക് പുതിയ പുതിയ വേർഡ്സ് കിട്ടും, പുതിയ പുതിയ സെന്റൻസ് കിട്ടും, ഇഡിയംസ് ഒക്കെ നമുക്ക് അതിന് മനസ്സിലാക്കാം. സോ ഇതില് ഒരു വേലക്കാരനായിട്ട് ഒരു ആൾ അഭിനയിച്ചിട്ടുണ്ട്. കിട്ടിലനായിരുന്നു, കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു അങ്ങേരെ. അതേപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടൊരു കൊച്ചു പേരുണ്ട്. ആ കൊച്ചു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഒരുവിധം എല്ലാ പെണ്ണുങ്ങളും പൂതനകളാണെന്നേ പറയുന്നുള്ളൂ. സോ ഇങ്ങനത്തെ ഓരോന്നിനെ കെട്ടിനേക്കാളും ഭേദം ജീവിതകാലം മൊത്തം സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് നല്ലത്. കാണുമ്പോൾ മനസ്സിലാവും അത്ര പൂതനകളാണ് ഇതിലുള്ളത്. സോ എനിക്ക് ബേസിക്കലി വെറൈറ്റി സീരീസ് ആയി തോന്നി. സോ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ഹൊറർ സീരീസും അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ സീരീസിന് കുറച്ച് വ്യത്യസ്തമായ ഒരു സീരീസ് ആയി തോന്നി. പക്ഷെ ടെക്നിക്കലി അത്യാവശ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സീരിയൽ പോലെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാൻ റെഡിയാണെന്ന് വെച്ചാൽ നല്ലൊരു സീരീസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് അന്തർ മായ. സോ ട്രൈ ഇറ്റ് ഔട്ട്. C5 അവൈലബിൾ ആണ്. സോ ലെസ് എക്സ്പെക്ടേഷൻ വെച്ച് പോവുക. ആൻഡ് ഇതിന്റെ ക്ലൈമാക്സ് അത്യാവശ്യം കൺഫ്യൂസിംഗ് ആണ്. സോ മനസ്സിലാവാത്തവർ ചുമ്മാ ക്ലൈമാക്സ് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അവർ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തരും. സോ